ഈശോ ഇന്നും ജീവിക്കുന്നു. ആ ഈശോയിലോട്ട് നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കണം. നീ പാപിയാകട്ടെ, മാരക പാപിയാകട്ടെ, ഒരുപക്ഷേ നീ ചെയ്യാത്ത ഒരു തെറ്റും കാണില്ല. പക്ഷേ നീ ആ ഈശോയിലേക്ക് വരികയാണെങ്കിൽ, ഈശോയെ നിൻ്റെ ദൈവവും കർത്താവും രക്ഷകനും ഒക്കെ ആയിട്ട് സ്വീകരിച്ച് ഈശോയുമായിട്ട് നീ അടുത്ത് ഈശോയോട് രക്ഷകൻ നിന്നെ തന്നെ സമർപ്പിക്കുക, സറണ്ടർ ചെയ്ത് ഈശോയാണ് എൻ്റെ ദൈവം, അല്ല പണമല്ല എൻ്റെ ദൈവം, ലോകമല്ല എൻ്റെ ദൈവം. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സർവശക്തൻ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സർവശക്തൻ. പിന്നെന്താണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ? സ്രഷ്ടാവ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. എല്ലാത്തിൻ്റെയും സ്രഷ്ടാവ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. വീണ്ടും ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മെ പരിപാലിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. നമ്മെ രക്ഷിക്കുന്നവൻ. ആ ദൈവം എന്ന് ആ ഒരു ഒറ്റൊരാളേ ഉള്ളൂ. അപ്പനില്ല നമുക്കാർക്ക്, ഒരപ്പനേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിനും എല്ലാത്തിനും ഒരപ്പനേ ഉള്ളൂ, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ ചെന്ന് നിന്നെ തന്നെ മുഴുവനായിട്ടും സമർപ്പിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ധൂർത്തപുത്രൻ നമുക്കറിയാം, അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനും പണം മേടിച്ചുകൊണ്ട് പോവുക. സ്വത്ത് എൻ്റെ വീതം എനിക്ക് തരാൻ പറഞ്ഞു, അതും വാങ്ങിച്ചുകൊണ്ട് അവനങ്ങ് പോവുകയല്ലേ. ആ പോക്ക് അവനൊക്കുന്നത് അപ്പൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു തരാം, ഞാൻ സന്തോഷിക്കുന്ന എല്ലാവർക്കും കാണിച്ചു തരാം. ഈ അപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ എല്ലാ സന്തോഷങ്ങളും കുറേ. പലരും വിചാരം ഈശോയുടെ അടുക്കുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടം മുഴുവൻ സ്നേഹത്തിനോട് ഓടുമ്പോൾ ഞങ്ങൾ സുബോധം നഷ്ടപ്പെട്ടു. ഒത്തിരി ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പണം, സുഖം, പേര്, പെരുമ, പ്രശസ്തി, ആഡംബരത്വം, ഇതെല്ലാം വേണമെന്ന്, ഇതെല്ലാം എന്ത് ജീവിതം, ഇത് അർത്ഥമില്ലെന്നേ, ഒരു അർത്ഥമില്ല. അപ്പം ഇതെല്ലാം പറയുമ്പോൾ ഓർത്തോണം, അത് മുഴുവൻ ബോധം പോയവൻ്റെ കാഴ്ചപ്പാട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ധൂർത്തപുത്രൻ, സുബോധം കിട്ടാത്ത ധൂർത്തപുത്രൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അവൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയാ, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതിൻ്റെ അവസാനം തീർന്നു. അവന് ഫ്രണ്ട്സ് മുഴുവൻ ഉപേക്ഷിച്ചു. ഇന്ന് ആളുകൾ ഒത്തിരിയേറെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് ചതി കിട്ടിക്കൊണ്ടിരിക്കുക. പ്രേമങ്ങളിൽ പോയി കുരുങ്ങിയിട്ട് ഒത്തിരി ജീവിതങ്ങൾ തീരുക. കഴിഞ്ഞ ധ്യാനത്തിലൊരു കുട്ടി, ഒരു പെങ്കൊച്ച് പറയുക, അച്ഛൻ പ്രാർത്ഥിക്കണം, എന്താണാവോ എനിക്ക് 4 പ്രണയങ്ങളുണ്ട്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയാ. യേശുവേ നന്ദി. 4 എണ്ണത്തിൻ്റെ കൂടെ ഇത് ജീവിക്കുന്നു. 4 എണ്ണത്തിൻ്റെ കൂടെ ജീവിക്കുന്ന നാൽക്കാലിയാണോ ഇത്? യേശുവേ നന്ദി. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയാ. അധപ്പതിച്ചു, ബോധം പോയി. ഇനി ഇവക്കൊരു ജീവിതം ഉണ്ടാകില്ല. 19-20 വയസ്സും കൊണ്ടേ ഉള്ളൂ, ഇത് തീർന്നു. ഒരു പെങ്കൊച്ചൊരിക്കൽ ഈ ഞരമ്പ് മുറിച്ചിട്ട് ആശുപത്രിക്ക് പോയി. അത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് ഈ ഡോക്ടർമാർ, എനിക്കറിയാവുന്ന ഡോക്ടർമാരായിരുന്നു, അവർ ആ ആളിനെ എൻ്റെ അടുത്തെത്തിച്ചു. ഈ കൊച്ചിൻ്റെ പ്രശ്നം രസകരമായ പ്രശ്നമാണ്. ഇവളെ ഒരുത്തിനെ അങ്ങ് പ്രേമിച്ചു. പ്രേമം മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ഇതാണ് ഈ ദൈവത്തിന്. നമ്മൾ കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ല, പള്ളിയോടുള്ള കുറ്റം പറച്ചിൽ, വൈദികർക്കെതിരെയുള്ള കുറ്റം പറച്ചിൽ, സമൂഹത്തിലെ മാധ്യമങ്ങൾ സഭയെയും ക്രിസ്തുവിനെയും പരിഹസിക്കൽ, ഇതെല്ലാം ഒരുപാട് അനർത്ഥങ്ങൾ വിളിച്ചു കൊടുത്തു. ഇങ്ങനെ പരിഹാസത്തിനും കോമിക്കൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, ദുരന്തം അവൻ്റെ വീട്ടിലും ഉണ്ടാകും. ഒരുപാട് കോമിക്കുണ്ടാക്കുന്നവരുടെ കുടുംബങ്ങളും ജീവിതത്തിലും ഒരുപാട് മിക്കവാറും തീരുന്ന ഒരു ദുരന്തത്തോടു കൂടിയായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. കാരണം കർത്താവിനെ നമ്മൾ ഒത്തിരി പരിഹസിക്കരുത്. അവർക്ക് പറഞ്ഞ യേശുവേ നന്ദി. ദൈവദൂഷണം പാടില്ല, അത് തെറ്റാണ്. ബ്ലാസ്ഫമി ഇസ് എ മോർട്ടൽ സീൻ. ബ്ലാസ്ഫമി പാടില്ല, ദൈവദൂഷണം പാടില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. യേശുവേ നന്ദി. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം വന്നിങ്ങനെ ജീവിതത്തിൽ കാലഘട്ടം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൊച്ചിനെ പറ്റിയ പ്രശ്നം പ്രേമിച്ച് ഒരുത്തനെ പ്രേമിച്ചു. പാവം പറഞ്ഞു, എടി നിനക്ക് ഞാനേ ഉള്ളൂ, ഞാൻ നിനക്കേ ഉള്ളൂ, പ്രേമം, ഫോൺ. ഞാൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ആളുകൾ അവിടെ വരുന്നവരെല്ലാം ഈ മൊബൈൽ ഫോൺ തരണം. ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്ന 8ഉം 10ഉം ഫോണാണ്. ഞങ്ങൾക്ക് സ്ഥലമില്ല ഇത് സൂക്ഷിക്കാൻ. ഈ 10 എന്തിനു വേണ്ടിയാ? 10 പിശാചുക്കളെ കൂട്ടത്തിൽ നടത്തുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഇതെല്ലാം ബന്ധനമാ. അത് വെച്ചോണ്ടൊന്നും അതാണ്. ഇത് ബോധം പോയ കാലഘട്ടം നശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ മക്കള് നിങ്ങളുടെ ജോലിയൊക്കെ തകർന്നു പോകും.
മക്കളൊന്നും ഉണ്ടാകിയല്ല ഇങ്ങനെയൊക്കെ പോയാൽ. കുടുംബജീവിതം 2ാം വിവാഹമോചനം ഉറപ്പാ. വെറുതെ കല്യാണം കഴിക്കാവുന്നേ ഉള്ളൂ. 8ാം പൊക്കം നീ അന്ന് തന്നെ കല്യാണത്തിന് അച്ഛൻ്റെ അടുത്ത് അച്ഛ ഇത് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അപ്പുറത്തൊരു പേപ്പറുണ്ട് വിവാഹമോചനത്തിൻ്റെ, അതും കൂടെ ഒപ്പിട്ടിട്ട് പോവുക. പ്രശ്നോ സർവ്വത്തിപ്പെടുന്ന യേശുവേ നന്ദി. അച്ഛ ഒരു പേപ്പറും കൂടെ തരണം, കാരണം എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് ഉറപ്പായിട്ട് എനിക്കറിയാം ഇത് പൊട്ടിപ്പോകുന്നു. സർവ്വത്തിപ്പെടുന്ന ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എത്രയുണ്ടോ കല്യാണം ഞാൻ കണ്ടത് കഴിഞ്ഞ ഒരു 2 വർഷം 2014 തോന്നുന്നു, 14 ഓർമ്മയിലില്ല. അവരതിൻ്റെ തലയാഴ്ചയാണ് ധ്യാനിക്കാൻ വന്നു. പെണ്ണും ചെറുക്കൻ 2 പേരും വിദേശത്ത് നിന്ന് പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2 പേര് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ 2 പേരുടെയും പശ്ചാത്തലം കേട്ടപ്പം പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഈ 1-ാം തീയതി 1-ഓ 2-ഓ ആ ദിവസം ഒരു ദിവസം ആ ദിവസത്തിൽ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാം, അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ എന്ത് പറയുന്നു, നടത്തണോ വേണ്ടയോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മക്കളെ നടത്താതിരിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. അച്ഛ എല്ലാം ഉറപ്പിച്ചു, ഒത്തുകല്യാണവും കഴിഞ്ഞു, അവസാന കല്യാണത്തിൻ്റെ വക്കം നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലല്ലോ ചോദിക്കേണ്ടത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അല്ല ദൈവാനുഗ്രഹം കൊണ്ട് കല്യാണം 2-ാം തീയതിയാണോ 1-ഓ 2-ഓ തീയതിയിൽ നടന്നത്. അയാൾ ദൈവാനുഗ്രഹം കൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സുമായി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ജീവിച്ചത് മുഴുവനും തകർന്ന് ജീവിച്ചതാ. ആരും കണ്ടില്ല, ജീവിക്കില്ലെന്ന്. പലതിൻ്റെ കൂടെ പോയവൻ അവസാനം ഒരെണ്ണത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവന് കുടുംബജീവിതം പറഞ്ഞിട്ടില്ല. ചില നായ്ക്കളെ കണ്ടിട്ടില്ലേ വഴി കൂടെ നടക്കും, ചിലത് മാത്രമേ വീട്ടിൽ കൂട്ടിലുള്ളൂ. 2 തരം നായ്ക്കളുണ്ട്, ചിലത് കൂട്ടിലുള്ള നായ്ക്കൾ. ചിലത് ഇങ്ങനെ വഴി കൂടെ നടക്കും. ഈ നാൾ ഗവൺമെൻറ് ഇങ്ങനെ കൊല്ലണോ വേണ്ടയോ ജീവിപ്പിക്കണോ സൂക്ഷിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. ഇത് പറഞ്ഞ പോലെ ഇതിങ്ങനെ സൂക്ഷിച്ചോണോ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ആ സംഭവത്തിലോട്ട് പോട്ടെ, സംഭവത്തിൽ തിരിച്ചു പോട്ടെ. അപ്പോൾ ഇവളിങ്ങനെ പ്രേമിച്ചു കൂടി, അപ്പോൾ ഇവൻ പ്രേമിച്ചു കഴിഞ്ഞു. അവസാനം ഇവൻ പറഞ്ഞു നിനക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് നീ ഉള്ളൂ, എല്ലാം ഉറപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം ഇവൻ പറഞ്ഞു ഞാനൊരു മാസത്തേക്ക് ഞാൻ ഒരിടം വരെ പോവുകയാണ്, ഈ മാസം ഞാൻ വല്ലപ്പോഴേ ഫോണിൽ വിളിക്കുകയുള്ളൂ, നിനക്ക് മറ്റൊന്നും തോന്നരുത്. ഇല്ല ഒരു കുഴപ്പമില്ല, നീ എൻ്റെ. അപ്പോൾ എല്ലാം ജീവിതം മുഴുവൻ കൊടുത്തു, നാശിപ്പിച്ചു. തിന്നുകയാണുള്ളത്, മൊത്തം തിന്നുക, പരസ്പരം തിന്നുക. അത് അവസാനമേ അറിയുള്ളൂ. ഇത് ദുരുപയോഗിക്കുക എന്നറിയുന്നത് കുറച്ച് കഴിയണം. സ്നേഹിക്കുക എന്നാണെന്ന് ഓർത്തുന്നത്, പക്ഷെ കുറച്ച് മനസ്സിലായി സ്നേഹിക്കുകയല്ല, ഇത് നശിപ്പിക്കുകയാണ്. സ്നേഹിച്ച് കൊല്ലുകയായിരുന്നു കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒത്തിരി ബുദ്ധിമാന്മാരായ യുവാക്കളും ബുദ്ധിമതികളായ യുവതികൾക്കും ഈ ചതി നന്നായിട്ട് പറ്റിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടം പോലെ പണി കിട്ടിക്കൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക. ആ കുഞ്ഞുങ്ങൾ അവസാനം ആരും ഇല്ലാതായിത്തീരും. എന്നിട്ട് സംഭവിച്ചത് ഇവൻ പറഞ്ഞ് കേട്ടോണ്ട് പോയി. അത് കഴിഞ്ഞിട്ടൊരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഇവൻ വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഇവൻ കല്യാണം നടത്തി. കല്യാണം എന്തോ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ വിളിച്ച് ഇവളോട് പറഞ്ഞു, മോളെ നീ സ്നേഹിച്ച പ്രേമിച്ച ഇന്നയാൾ വേറെ. അവൾ പറഞ്ഞേ നിങ്ങൾ നുണ പറയരുത്, അവനങ്ങനെ ഒരു ചെയ്യില്ല, അവനെ എനിക്കറിയാം. എന്നെ അറിയാം. എന്തറിഞ്ഞിട്ടേ പറയുന്നത്? എല്ലാ പ്രേമം എന്തെങ്കിലും പറഞ്ഞ എനിക്ക് അവനെ അറിയാം, അവളെ എനിക്കറിയാം. എന്തറിഞ്ഞു? മാതാപിതാക്കളോട് പറയാം, പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറയാം. അത് വേണ്ട, അപ്പനമ്മ ഇടപെടണ്ടോ. അതാണ് പിശാച്. പിശാച് പറയും അപ്പനെ അമ്മയും ഈ കുടുംബ ബന്ധത്തിൽ ഏർപ്പെടുത്തിയേക്കരുത്. അത് പിശാച് നിങ്ങളോട് പറഞ്ഞിരുന്ന മുത്തിയ, പിശാചിരുന്ന മുത്തിയ. അപ്പനമ്മ സഭ ഇതൊന്നും ഇതിനകത്ത് ഇടപെടുത്തരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നത് പിശാചാണ്. അവൻ്റെ ഭാഗത്ത് കള്ളത്തരമുണ്ട്, അവളുടെ ഭാഗത്ത് കള്ളത്തരമുണ്ട്. അതുകൊണ്ടാണ് ആരും ഇതിനകത്ത് ഇടപെടരുതെന്ന് പറയുന്നത്. യേശുവേ നന്ദി. ഇവൾ സമ്മതിച്ചില്ല. അവസാനം അവരൊരു ഫോട്ടോ കല്യാണം നടത്തിയതിൻ്റെ ഏതാണ്ട് സംഭവം ഫോട്ടോ കാണിച്ചു. പുറത്തേക്ക് വീട്ടിൽ വെച്ച സംഭവമാണ്. ആകെ ഇവൾ വിഷമം കയറി. ഇവൾ മുറിക്കകത്ത് കയറി, മുറി അടച്ചു, ഇവളെ കൈ മുറിച്ചു. അവരെല്ലാം കൂടെ ചവിട്ടി തുറന്ന് അയൽക്കാരെല്ലാം വീട് വാതിൽ ഇട്ടിച്ച് പൊളിച്ചകത്ത് കയറിയിട്ട് ഇവൾ ചോരക്കകത്ത് കിടക്കുക. എടുത്തുകൊണ്ട് നേരെ ആശുപത്രി കൊണ്ടുപോയിട്ട് സ്റ്റിച്ചിട്ടു. അപ്പോൾ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ സംഭവം എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറയാം, അച്ഛാ ഇവളോട് പറഞ്ഞ ഒന്നും തലേ കയറില്ല, കാരണം ബോധം പോയാൽ പിന്നെ ഒന്നും
തലക്കറില്ല. ആര് പറഞ്ഞാലും കേൾക്കിയല്ല. ആര് അച്ഛൻ മുതലേ വേറൊരു സാധനം അകത്തിരിപ്പുണ്ടെങ്കിൽ കയറിയല്ല. വേറെ സാധനം തലയ്ക്കകത്തിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധമ അങ്ങനെ കയറുന്നു. അതങ്ങ് എടുത്തു കളഞ്ഞ്, അപ്പോൾ ആ കല്ലങ്ങ് എടുത്തു കളഞ്ഞ്, അപ്പോഴാണ് മരിച്ച ലാസർ ജീവൻ പ്രാപിക്കുന്നത്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നല്ല അഭിഷേകം, ഹല്ലേലൂയ, നല്ല കൃപ. ഉടനെ ഇവർ ചെയ്ത് പരിപാടി. അപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛാ അവന് ഞങ്ങൾ അന്വേഷിച്ച് 4 പെണ്ണുങ്ങളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. 4 പ്രേമബന്ധങ്ങളുണ്ട് അച്ഛാ. ഇത് ഇവളുണ്ട് 5ാമത്തെ എങ്ങാണ്ടായിരുന്നു. ഇവളോട് ഞങ്ങൾ പറഞ്ഞാൽ ഇവളൊന്നും കേൾക്കില്ല. അവൻ ഒരാൾ തരികട പിടിച്ചവൻ വെച്ചാൽ. പക്ഷെ അവന് 4ഇടത്തും ഒരുപോലെ നിൽക്കാൻ അറിയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഒത്തിരി പേര് യൂദാസുമാരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യൂദാസിൻ്റെ ബൈബിളിലെ യൂദാസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ ഒരു കാര്യം പറയാം. അതായത് അന്ത്യ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ഉടനെ ശിഷ്യന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നോക്കിയാൽ, ആരാ ഒറ്റിക്കൊടുക്കുന്നത്? ആരാ? യൂദാസ് പോലും യോഹന്നാനോട് ചോദിക്കുന്നു, ആരാ ഒറ്റിക്കൊടുക്കുന്നത്? പ്രിസ്തലോഷ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം ഈശോ പറയുന്നുണ്ട്, ഇവനാണ് ഒറ്റിക്കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അതായത് ഈശോയുടെ മുമ്പിൽ ക്ലീൻ ഷീറ്റായിട്ട് നിൽക്കാൻ അവൻ പഠിച്ചു. അതുപോലെ തന്നെ ഫരിസേയരുടെ മുമ്പിലും പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിലും നിയമജ്ഞരുടെ മുമ്പിലും അതായത് ഇവൻ അവരോടാണ് സ്നേഹം, അവരോട് സത്യസന്ധമായ ബന്ധമുണ്ട്, ഒരു കള്ളത്തരവും അവരുടെ മുമ്പിലില്ല. അതുപോലെ അവരെ വിശ്വസിപ്പിക്കാനും ഇവൻ പഠിച്ചു. അതായത് യേശുവിനെ വിശ്വസിപ്പിക്കാനും പഠിച്ചു. അല്ല, യേശുவோட ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാം. അതായത് ഞാൻ നിങ്ങളുടെ കൂടെയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതും അവൻ പഠിച്ചു, ഇതും അവൻ പഠിച്ചു. ഒരേ സമയം 2 വള്ളത്തിൽ നിൽക്കാൻ നന്നായിട്ട് പഠിച്ചു. നമ്മുടെ കൂട്ടത്തിലും കാണും, പള്ളിയിലും എല്ലായിടത്തും നല്ല രീതിയിൽ പെരുമാറാൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ, ആ മനുഷ്യന് ഞാനല്ലാതെ വേറെ ആരുമില്ല എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം പെരുമാറാൻ പഠിച്ചു. ഇപ്പുറത്തും അവിടെയും ഇതുപോലെ നിൽക്കുക, 2ഇടത്തും ഒരുപോലെ നല്ല ക്ലീൻ ഷീറ്റായിട്ട് നിൽക്കാൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരും അവനെ പിടിക്കില്ല, അത്ര ബുദ്ധിയാ. സർവ്വോടത്തി പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നമുക്കറിയാം, അവസാനം 2ഇടത്തും നിന്നവൻ തമ്പുരാൻ്റെ മുമ്പിലും അവന് തമ്പുരാൻ്റെ മുമ്പിലും കള്ളത്തരം കാണിച്ചു, മനുഷ്യരുടെ മുമ്പിലും കാണിച്ചു. 2 ഒരുപോലെ അവൻ കള്ളത്തരം കാണിച്ചു. പക്ഷെ അവിടെ അവൻ പിടിച്ചു നിൽക്കുക. അപ്പോൾ എല്ലായിടത്തും മാന്യനായിട്ട് നിൽക്കുക. ഇവിടെ അവന് കുറ്റക്കാരനല്ല, ഇവിടെ ഒരു പ്രശ്നമില്ല, അവിടെയും പ്രശ്നം ഒരുപോലെ നിൽക്കുക. അവസാനം 2 വള്ളത്തിൽ നിന്ന് അവൻ അവസാനം എത്തിയത് എവിടെയാ? മരത്തേല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മരത്തേൽ അവൻ തൂങ്ങിക്കിടക്കുക. അതായത് ഇതാണ് കള്ളത്തരം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോർത്തോണം. ദൈവത്തെയും മനുഷ്യനെയും വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവസാനം നമുക്ക് വരാൻ പോകുന്നത് യൂദാസിൻ്റെ പോലത്തെ ഒരു അന്ത്യമാണ്. അവനൊരു മരത്തിൽ തൂങ്ങി. കാരണം അവൻ അവിടെയും നിൽക്കാൻ പറ്റില്ല, ഇവിടെയും നിൽക്കാൻ പറ്റില്ല. അവസാനം അവന് 2വില്ല. അതാണ് പലതിൻ്റെ അവസാനം. സ്വന്തം ഭാര്യയെ നഷ്ടപ്പെടാം, ഭർത്താവിനെ നഷ്ടപ്പെടാം, മക്കളെ നഷ്ടപ്പെടാം, എല്ലാം അപ്പുറവും നഷ്ടപ്പെടും, ഇതും നഷ്ടപ്പെടും, വഴിവിട്ട ബന്ധവും നഷ്ടപ്പെടും, ഈ ബന്ധവും നഷ്ടപ്പെടും. ഒന്നുമില്ലാതെ നടുക്കയത്തിലായി പോകുന്ന അവസ്ഥയുണ്ടോ? അതുകൊണ്ട് സ്നേഹം തേടി നമ്മൾ പോകരുത്, കള്ളത്തരങ്ങൾ കാണിക്കരുത്. ഇത് ധൂർത്തപുത്രൻ ആ പന്നിക്കുഴിയിൽ നമുക്ക് കരകയറാൻ സുബോധമുണ്ടായപ്പോഴാണ് അവൻ്റെ വീടിനെ കുറിച്ചുള്ള ദൈവം, അതായത് നമ്മൾ വചനം വായിച്ച് നമ്മുടെ വീട് സ്വർഗമാവുന്ന ഭവനത്തെക്കുറിച്ചുള്ള ബോധം തെളിയണം. ബോധം തെളിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പന്നിക്കുഴിയിൽ നമ്മൾ വിട്ടുപോകും. നമുക്കറിയാം, ഒരു കാര്യം ഓർത്തോണം, ധൂർത്തപുത്രന്മാരെല്ലാവരും തിരിച്ചു വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ പലരും തിരിച്ചു വരുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചിലർക്ക് മാത്രമേ സുബോധം കിട്ടുന്നുള്ളൂ. സുബോധം കിട്ടുന്നവരെല്ലാം ആ പന്നിക്കുഴിയോടും അതിൻ്റെ സുഖങ്ങളോടും ലോകസുഖങ്ങളോടൊക്കെ വിട പറഞ്ഞവർ പുറത്തിറങ്ങി അവർ നേരെ വീട്ടിലോട്ട് ഓടുകയാണ്. ഇപ്പോൾ ഈ കൺവെൻഷൻ കഴിയുമ്പോഴും നമ്മുടെ ഈ ധ്യാനങ്ങളൊക്കെ ഓരോ ദിവസവും പള്ളിയിലൊക്കെ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വചനം വായിക്കുക, സന്ധ്യപ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴും ഒക്കെ ഈ ഒരു ബോധം തെളിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബോധം തെളിഞ്ഞില്ലെങ്കിൽ അതാണ് പാപത്തിൽ കഴിയുന്ന തലമുറ മുഴുവൻ ഉറക്കത്തിലാണ്, ഉറങ്ങിക്കഴിയും, വേറൊരു ലോകത്താണ്. അത് ബന്ധനാവസ്ഥ. അതാണ് ബന്ധനം. ഈ ബന്ധനം മാറണം, ഈ ബന്ധനം അഴിഞ്ഞു മാറണം. അഴിഞ്ഞു മാറ്റി ബോധം തെളിഞ്ഞു, ഞാൻ ഇവിടുത്തെ ആളല്ല. പെട്ടെന്ന് ബോധം തെളിഞ്ഞു,
ഇവിടുത്തെ അല്ല, ഞാൻ സ്വർഗഭവനത്തിലെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകനാ, എന്നെ സ്നേഹിക്കുന്ന അപ്പൻ. ഇതൊന്നുമല്ല സ്നേഹം, എൻ്റെ അപ്പൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹമാണ് സ്നേഹം. അത് പറയാൻ പറ്റണം, അതനുഭവിച്ചുകൊണ്ടുള്ള വളർച്ച. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ആ കർത്താവിനെ അനുഭവിക്കാൻ പറ്റും. ആ ഈശോ നമ്മെ ആ ഈശോയുടെ അടുക്കിലേക്ക് പോകാൻ ദൈവം നമുക്ക് അതിനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കെല്ലാം സുബോധം തരണമേ, ഞങ്ങൾക്ക് സുബോധം തരണമേ, ജ്ഞാനം തരണം. നമുക്കറിയാം പൗലോസ്ലീഹ സഭയെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ, അതിൻ്റെ മാക്സിമത്തിൽ വരുമ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരെന്നൊക്കെ ക്രിസ്ത്യാനികളെ ബന്ധിച്ച് ജയിലടയ്ക്കാനുള്ള ആ ഉത്തരവൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകുമ്പോഴാണല്ലോ ഡമാസ്കസ് ഗേറ്റിങ്ങിൽ വെച്ച് അവൻ ഉത്ഥിതനെ കണ്ടുമുട്ടിയതായിട്ട് വചനം പറയുക. ഉത്ഥിതനെ കണ്ടുമുട്ടിയോടെ അവനെല്ലാം വിട്ടില്ലേ, എല്ലാം വിട്ടു. ഈ ദൈവാനുഭവം കിട്ടാൻ പ്രാർത്ഥിക്കണം നമ്മൾ. അത് കിട്ടി, അതിൻ്റെ കാരണമുണ്ട്. സഭ മുഴുവനും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പൗലോസിന് വേണ്ടി, സാവൂളിന് വേണ്ടി അല്ല, സഭ മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. പത്രോസൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യോഹന്നാനൊക്കെ പ്രാർത്ഥിച്ചു. പൗലോസെന്ന് സാവൂളെന്ന് ഒരാളുണ്ട്, അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഇവൻ നമ്മളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് സഭ മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് അവൻ്റെ ബുദ്ധിയിലേക്ക് നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് തൊടാൻ വേണ്ടി, ദൈവം തൊടാൻ. അപ്പോഴാണ് അവൻ ആ ദൈവിക ദർശനം ഉണ്ടാകുന്നത്. അതോടെ അവൻ മാറി. പിന്നെ അവനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഹെബ്രായൻ എന്നുള്ള പദവി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവന് യഹൂദൻ എന്നുള്ള പദവി ഉപേക്ഷിക്കുന്നു, റോമൻ സിറ്റിസൺ എന്നുള്ള പദവി ഉപേക്ഷിക്കുന്നു, ഫരിസേയൻ എന്ന പദവി ഉപേക്ഷിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ചവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. പരിശുദ്ധാത്മാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൂട്ടായ്മയുള്ള എല്ലാവർക്കും സുബോധം കൊടുക്കണമേ, ആ വെളിപാട് കൊടുക്കണമേ. അപ്പോഴേ ഞങ്ങൾക്ക് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന്, പന്നിക്കുഴിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അതിനകത്ത് കിടക്കുമ്പോൾ മക്കളെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും. തെറ്റാണ് ഒരുപാട്. ഈ ബോധം തെളിയാത്തവൻ പഠിപ്പിക്കുന്നതൊന്നും സ്വീകരിച്ചേക്കരുത്. അവൻ്റെ കാഴ്ച, അവൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് വെറുതെയാണ്, നുണയാണ് അവൻ പറയുന്നത്. നരകത്തെക്കുറിച്ച് പോലും പറയുന്നത് നുണയായിരിക്കും, അവനൊക്കെ പറയുന്നത് നുണയാണ്. പക്ഷേ ഇത് കണ്ടവൻ, ഇത് വെളിപാട് കിട്ടിയവൻ, അതാണ് ബൈബിള് മുഴുവൻ അതാണ് സത്യം. അതാണ് ആ ഒരു സത്യത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മേലും, ഈ സ്ഥലത്ത് ഇപ്പോഴുള്ള മുഴുവൻ ആളുകളുടെ ഭവനത്തിൻ്റെ മേലും, പ്രിയപ്പെട്ടവരുടെ ആരെല്ലാം ഇപ്പോൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഓൺലൈനിലൂടെ കൂടിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുടെ മേലും ഇപ്പോൾ കർത്താവായ യേശുവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം, പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാഭിഷേകങ്ങളും ദേശത്ത് ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ മേൽ ഉണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വാത്സല്യം ഇത് പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശു എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യം എന്ന വലിയ ദാനം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, കൂദാശയെ, പൗരോഹിത്യം എന്ന കൂദാശയെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ കർത്താവിനെ ഉൾച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ ബന്ധിക്കുന്നു.
ദേശത്തിന്റെ ഇരുട്ട് മാറട്ടെ. നിത്യപ്രകാശമായി ഈശോ എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ഈ ദേശത്തെ സുവിശേഷ പ്രഘോഷണത്തെ, സഭയുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന അന്ധകാര ശക്തികളോട് ആജ്ഞാപിക്കുന്ന മക്കളെ വിട്ടുമാറുക. സഭാ മക്കളുടെ ശരീരത്തിലും മനസ്സിലും കൂട്ടിയിരിക്കുന്ന സാത്താനെ ബന്ധിച്ച് പുറത്താക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിച്ചു. കർത്താവിന്റെ ആശീർവാദം കിട്ടുന്നു. ഈ സമയത്ത് ആയിരക്കണക്കിന് രോഗശാന്തികളും വിടുതലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന്